മലപ്പുറത്ത് മരിച്ചയാളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹക്കീം പെരുമുക്കിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ചങ്ങരകുളം പോലീസാണ് കേസെടുത്തത്. ആലക്കോട് സ്വദേശി പെരിഞ്ചിരിയിൽ അബ്ദുള്ളയുടെ പെൻഷനാണ് തട്ടിയെടുത്തത്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണൻ ചേരുകയാണ്. സോണൽ, ഈ മരിച്ചയാളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത സംഭവത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹക്കീമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ.പി. മരിച്ചയാളുടെ പെൻഷൻ തട്ടിയെടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ പല ആരോപണങ്ങളുമായി CPM ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. പ്രധാനമായി പറഞ്ഞിരുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മലപ്പുറം ആലങ്കോട് പഞ്ചായത്ത് അംഗവും കൂടിയായിട്ടുള്ള ഈ ഹക്കീം പെരുമണ്ണയ്ക്കെതിരെ അല്ലെങ്കിൽ പെരുമുക്കിനെതിരെ വലിയ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ചങ്ങരകുളം പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിരുന്നതാണ്. അബ്ദുള്ള മരിച്ചത്, അതായത് 2019 ഡിസംബർ 17 അബ്ദുള്ള മരണപ്പെടുന്നത്. എന്നാൽ 2020 സെപ്റ്റംബർ മാസം വരെ പെൻഷൻ കൽപ്പിയെത്തിയത് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിയതായിട്ടുള്ള വിവരാവകാശ രേഖ നമുക്ക് ലഭിച്ചിരുന്നു. ഇതിന് പുറത്താണ് കുടുംബവും പരാതിയുമായി രംഗത്തെത്തുന്ന പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ പരാതിയുമായിട്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരുന്നു. കാരണം കുടുംബം ശക്തമായി രംഗത്തുണ്ടായിരുന്നു. കാരണം ഒരു വർഷത്തോളം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും പെൻഷൻ കൈപ്പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ കുടുംബത്തിലേക്ക് ഈ പണം വന്നിട്ടില്ല. എങ്കിൽ ആരാണ് ഈ പണം തട്ടിയെടുത്തത് എന്നൊരു ചോദ്യം കുടുംബം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ തുടർച്ചയെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുമ്പും ചങ്ങരകുളം ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി കുടുംബം ഉൾപ്പെടെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ അബ്ദുള്ളയുടെ കേസ് വന്നതോടെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വീണ്ടും ചർച്ചയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.പി. മലപ്പുറത്ത് നിന്നും സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.